സ്വർണത്തിന്റെ തിളക്കം ഒട്ടും കുറയുന്നില്ല. എന്നാൽ സാധാരണക്കാരന്റെ പോക്കറ്റിന് അത് താങ്ങാവുന്നതിനും അപ്പുറമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സമകാലിക യാഥാർത്ഥ്യം. ഒരു പവൻ സ്വർണത്തിന്റെ വില 1,00,000 രൂപ എന്ന ചരിത്രപരമായ നാഴികക്കല്ലും പിന്നിട്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ സാധാരണക്കാരായ നിക്ഷേപകർക്ക് സ്വർണം എന്നത് അപ്രാപ്യമായ ഒരു സ്വപ്നമായി മാറുകയാണ്. കേരളീയ സംസ്കാരത്തിൽ സ്വർണം എന്നത് വെറുമൊരു ലോഹമല്ല, അത് സുരക്ഷിതത്വത്തിന്റെയും അതുപോലെ ഐശ്വര്യത്തിന്റെയും അടയാളമാണ്. വിവാഹങ്ങൾക്കും വിശേഷാവസരങ്ങൾക്കും സ്വർണം കരുതി വെക്കുന്ന ശീലം ഇന്നും മാറ്റമില്ലാതെ തുടരുന്നുണ്ടെങ്കിലും വിപണിയിലെ വിലക്കയറ്റം ആ ശീലങ്ങളെ പുനർചിന്തനം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പരമ്പരാഗതമായ രീതികളിൽ നിന്ന് മാറി സ്വർണ്ണ നിക്ഷേപത്തിന്റെ നൂതനമായ വഴികളെക്കുറിച്ച് മലയാളികൾ ഗൗരവമായി ചിന്തിച്ചു തുടങ്ങുന്നത്. കേവലം 99 രൂപ മുതൽ നിക്ഷേപം ആരംഭിക്കാവുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജുവലറികളിൽ പോയി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ നാം നൽകുന്ന വില കേവലം സ്വർണത്തിന്റെ വിപണി വില മാത്രമല്ല. അവിടെയാണ് പണിക്കൂലി അഥവാ മേക്കിംഗ് ചാർജുകൾ വില്ലനായി വരുന്നത്. ഓരോ ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് 5% മുതൽ ചിലപ്പോൾ 25% വരെ പണിക്കൂലി ഈടാക്കാറുണ്ട്. ഇതിനു പുറമെ 3% GST കൂടി ചേരുമ്പോൾ ആഭരണത്തിന്റെ യഥാർത്ഥ മൂല്യത്തെക്കാൾ വലിയൊരു തുക ഉപഭോക്താവിന് അധികമായി ചെലവാകുന്നു. നിക്ഷേപമെന്ന നിലയിൽ സ്വർണം വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ അധിക തുക ഒരു നഷ്ടമാണ്. കാരണം പിന്നീട് ആ ആഭരണം വിൽക്കുമ്പോൾ പണിക്കൂലി തിരികെ ലഭിക്കില്ലെന്ന് മാത്രമല്ല, തേയ്മാനം കണക്കാക്കി ചെറിയൊരു ശതമാനം കൂടി കുറയ്ക്കപ്പെടുകയും ചെയ്യും. ഈ സാമ്പത്തിക നഷ്ടവും ഒപ്പം സ്വർണം വീട്ടിൽ സൂക്ഷിക്കുമ്പോഴുണ്ടാകുന്ന സുരക്ഷാ ഭീഷണിയും ലോക്കർ വാടകയുമെല്ലാം സാധാരണക്കാരെ ഡിജിറ്റൽ സ്വർണ്ണ നിക്ഷേപങ്ങളിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. സ്വർണം കയ്യിൽ തൊടാതെയും സുരക്ഷിതമായി സൂക്ഷിക്കാതെയും അതിൻ്റെ വിപണി മൂല്യത്തിൽ നിന്ന് ലാഭം നേടാൻ സാധിക്കുന്ന രീതിയെയാണ് ലളിതമായി ഡിജിറ്റൽ ഗോൾഡ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗോൾഡ് ETF അഥവാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്വർണ്ണ നിക്ഷേപ പദ്ധതികളാണിവ. ഒരു യൂണിറ്റ് ETF എന്നത് 1 ഗ്രാം സ്വർണത്തിന് തുല്യമായിരിക്കും. എന്നാൽ സാധാരണ ETFകളിൽ നിക്ഷേപിക്കാൻ ഒരു ഡിമാൻഡ് അക്കൗണ്ട് നിർബന്ധമാണ്. ഇവിടെയാണ് ഗോൾഡ് ETF ഫണ്ട് ഓഫ് ഫണ്ടുകൾ എന്ന ലളിതമായ മാർഗം ശ്രദ്ധേയമാകുന്നത്. ഡിമാൻഡ് അക്കൗണ്ട് ഇല്ലാതെ സാധാരണക്കാർക്കും ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയ തുകകൾ മാറ്റിവെക്കാൻ ഇല്ലാത്തവർക്ക് ഓരോ മാസവും ചെറിയ തുകകൾ മാറ്റിവെച്ച് വലിയൊരു സ്വർണ്ണ ശേഖരം ഡിജിറ്റലായി കെട്ടിപ്പടുക്കാൻ ഇത് സഹായിക്കുന്നു. മുൻകാലങ്ങളിൽ 1 ഗ്രാം സ്വർണമെങ്കിലും വാങ്ങണമെങ്കിൽ ആയിരക്കണക്കിന് രൂപ കയ്യിൽ വേണമായിരുന്നു. എന്നാൽ പുതിയ കാലത്തെ മ്യൂച്വൽ ഫണ്ട് അധിഷ്ഠിത സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾ കേവലം 99 രൂപ മുതൽ നിക്ഷേപം തുടങ്ങാൻ അവസരം നൽകുന്നുണ്ട്. ചായ കുടിക്കുന്ന ചിലവിൽ പോലും സ്വർണത്തിൽ നിക്ഷേപം നടത്താം എന്ന യാഥാർത്ഥ്യം വന്നതോടെ കോളേജ് വിദ്യാർത്ഥികൾ മുതൽ വീട്ടമ്മമാർ വരെ ഈ രംഗത്തേക്ക് കടന്നു വരുന്നു. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ SIP മാതൃകയിൽ കൃത്യമായ ഇടവേളകളിൽ ചെറിയ തുകകൾ നിക്ഷേപിക്കുന്നതിലൂടെ വിപണിയിലെ വില വ്യതിയാനങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാനും സാധിക്കും. സ്വർണ്ണവില കുറയുമ്പോൾ കൂടുതൽ യൂണിറ്റുകളും വില കൂടുമ്പോൾ കുറഞ്ഞ യൂണിറ്റുകളും ലഭിക്കുന്നതിലൂടെ ശരാശരി നിക്ഷേപ മൂല്യം നിലനിർത്താൻ സാധിക്കുന്നു. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ലാഭമാണ് നിക്ഷേപകർക്ക് നൽകുന്നത്. ഡിജിറ്റൽ സ്വർണ്ണ നിക്ഷേപങ്ങളിൽ ഏറ്റവും വലിയ ആശ്വാസം അതിൻ്റെ സുരക്ഷ തന്നെയാണ്. സ്വർണം ആഭരണമായി സൂക്ഷിക്കുമ്പോൾ മോഷണം പോകാനുള്ള സാധ്യതയും അത് ഇൻഷുർ ചെയ്യാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും നിക്ഷേപകനെ എപ്പോഴും അസ്വസ്ഥനാക്കും. എന്നാൽ ETFകളിൽ സ്വർണം ഡിജിറ്റൽ രൂപത്തിൽ ഡിമാൻഡ് അക്കൗണ്ടിലോ ഫണ്ട് ഹൗസിലോ സൂക്ഷിക്കപ്പെടുമെന്നതിനാൽ മോഷണ ഭയം ഒട്ടുമില്ല. മാത്രമല്ല ഇവ നിയന്ത്രിക്കുന്നത് സെബി പോലെയുള്ള ഗവൺമെൻറ് ഏജൻസികളായതിനാൽ സുതാര്യത ഉറപ്പുമാണ്. നാം നിക്ഷേപിക്കുന്ന ഓരോ രൂപയ്ക്കും തുല്യമായ സ്വർണം അതത് സ്ഥാപനങ്ങൾ ബാങ്ക് ലോക്കറുകളിൽ സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. ആഭരണങ്ങളിൽ സ്വർണത്തിന്റെ ശുദ്ധി സംബന്ധിച്ച ആശങ്കകൾ ഉണ്ടാകാമെങ്കിലും ഡിജിറ്റൽ സ്വർണത്തിൽ 24 ക്യാരറ്റ് ശുദ്ധിയുള്ള സ്വർണത്തിന്റെ വിലയാണ് നിക്ഷേപകന് ലഭിക്കുന്നത്. അടിയന്തരമായി പണം ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾ പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നത് പലപ്പോഴും വൈകാരികവും സാമ്പത്തികമായും പ്രയാസമുള്ള കാര്യമാണ്. ജുവലറികളിൽ പോയി വില പേശേണ്ടി വരികയും പലപ്പോഴും വിപണി വിലയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് തൃപ്തിപ്പെടേണ്ടി വരികയും ചെയ്യും. എന്നാൽ ഡിജിറ്റൽ സ്വർണത്തിന്റെ കാര്യത്തിൽ ലിക്വിഡിറ്റി അഥവാ പണമാക്കി മാറ്റാനുള്ള എളുപ്പം വളരെ കൂടുതലാണ്. മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയോ ബാങ്ക് വഴിയോ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കൈവശമുള്ള യൂണിറ്റുകൾ വിൽക്കാൻ സാധിക്കും. അതാത് ദിവസത്തെ വിപണി വില തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യുന്നു. യാതൊരുവിധ കിഴിവുകളും ഇതിൽ ഈടാക്കാറില്ല എന്നത് മറ്റൊരു നേട്ടമാണ്. വിവാഹം പോലെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ ഈ തുക പിൻവലിച്ച് അന്നത്തെ വിപണി വിലയിൽ ആഭരണങ്ങൾ വാങ്ങാൻ ഇത് സഹായകരമാകും.
ഏതൊരു നിക്ഷേപത്തെയും പോലെ സ്വർണ്ണ നിക്ഷേപത്തിലും ചില മുൻകരുതലുകൾ ആവശ്യമാണ്. സ്വർണ്ണവില അന്താരാഷ്ട്ര വിപണിയുടെയും ഡോളറിന്റെ മൂല്യത്തെയും എല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിലയിൽ സംഭവിക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ നിക്ഷേപത്തെ ബാധിച്ചേക്കാം. ലാഭം മാത്രം പ്രതീക്ഷിച്ചല്ല സ്വർണ്ണത്തിൽ നിക്ഷേപിക്കേണ്ടത്, മറിച്ച് ദീർഘകാല സുരക്ഷിതത്വം കൂടി കണക്കിലെടുക്കണം. നിക്ഷേപം ആരംഭിക്കുന്നതിന് മുമ്പ് ഫണ്ട് ഹൗസുകൾ ഈടാക്കുന്ന എക്സ്പെൻസ് റേഷ്യോ അഥവാ മാനേജ്മെന്റ് ഫീസിനെ കുറിച്ച് ധാരണയുണ്ടാകണം. വളരെ ചെറിയൊരു ശതമാനമാണെങ്കിൽ പോലും ഇത് ലാഭത്തെ ബാധിച്ചേക്കാം. കൂടാതെ സ്വർണത്തിൽ മാത്രം നിക്ഷേപം ഒതുക്കാതെ നിങ്ങളുടെ മൊത്തം നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം, ഉദാഹരണത്തിന് 10 മുതൽ 15% വരെ മാത്രം സ്വർണത്തിനായി മാറ്റിവെക്കുന്നതാണ് ബുദ്ധിപരമായ സാമ്പത്തിക ആസൂത്രണം. സാമ്പത്തിക അവബോധം വർദ്ധിച്ചതോടെ മലയാളികൾ സ്വർണത്തെ വെറുമൊരു അലങ്കാര വസ്തുവായല്ല, മറിച്ച് ഒരു പോർട്ട്ഫോളിയോ അസറ്റായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. സ്വർണത്തിന്റെ ഭൗതികമായ സാന്നിധ്യത്തെക്കാൾ അതിന്റെ മൂല്യത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്ന തിരിച്ചറിവ് വലിയൊരു മാറ്റമാണ് വിപണിയിൽ ഉണ്ടാക്കുന്നത്. 1 ലക്ഷം രൂപ കടന്ന സ്വർണ്ണവില സാധാരണക്കാരന്റെ സമ്പാദ്യത്തെ ബാധിക്കാതിരിക്കാൻ ഇത്തരം ഡിജിറ്റൽ മാറ്റങ്ങൾ വലിയ തുണയാകുന്നുണ്ട്. മക്കൾക്കായി വർഷങ്ങൾ മുൻപേ സ്വർണം വാങ്ങി വെക്കുന്നതിന് പകരം ആ തുക ഡിജിറ്റൽ സ്വർണമായി നിക്ഷേപിക്കുന്നതിലൂടെ കാലപ്പഴക്കം മൂലമുണ്ടാകുന്ന മോഡൽ മാറ്റങ്ങളോ തേയ്മാനങ്ങളോ ഭയപ്പെടേണ്ടതില്ല. ആവശ്യമായ സമയത്ത് കൃത്യമായ വിപണി വിലയോടെ പണം ലഭ്യമാകുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. വരും വർഷങ്ങളിൽ സ്വർണ്ണ വിപണിയിൽ ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. നിങ്ങളുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു തുക വരുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല. ഇന്ന് ലഭ്യമായ ഈ ചെറിയ നിക്ഷേപ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി കുറഞ്ഞ തുകയിൽ നിക്ഷേപം ആരംഭിക്കുന്നത് ഭാവിയിൽ വലിയൊരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാൻ സഹായിക്കും. സ്വർണത്തിന്റെ തിളക്കം നിങ്ങളുടെ സമ്പാദ്യത്തിലും പ്രതിഫലിക്കാൻ ഈ പുതിയ രീതികൾ പരീക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.